വാട്ട് ഇസ് അസസ്മെന്റ്? ഇനി എന്താണ് അസസ്മെന്റ് എന്നുള്ളതാണ് പറയുന്നത്. ദിസ് അസസ്മെന്റ്, this is actually the procedure ഒരു അസസിയുടെ ഇൻകം, അതായത് അയാൾക്ക് എന്തൊക്കെ ഇൻകം ഉണ്ട്, ഏതൊക്കെ സോഴ്സിന് ഇൻകം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്. ഇഫ് ഇറ്റ് ഇസ് ക്യാരിഡ് ഔട്ട് ബൈ AO, AO മീൻസ് അസസിംഗ് ഓഫീസർ or assessment officer, ആ പർട്ടിക്കുലർ പേഴ്സൺ ഡിറ്റർമൈൻ ചെയ്ത് പറഞ്ഞാൽ such a case is called assessment. പിന്നീട് നിങ്ങൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. there are various types of assessment. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് എനിക്ക് തോന്നുന്നു ഏതൊരു ചാപ്റ്റർ തിയറി ഉണ്ട് അതിനകത്ത് പഠിക്കും. സോ ചിലപ്പോൾ നോർമൽ അസസ്മെന്റ് ആവാം. നോർമൽ അസസ്മെന്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എല്ലാ വർഷവും നമ്മൾ എന്ത് അറിയിക്കണം, നമ്മുടെ ഇൻകം റിട്ടേൺസ് വഴി അറിയിക്കണം. അപ്പൊ അതാണ് നോർമൽ അസസ്മെന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ റീ അസസ്മെന്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഫയൽ ചെയ്യുന്ന ഇൻകം കാണും, കഴിഞ്ഞ വർഷം ഒരാൾക്ക് 25 ലക്ഷം രൂപ, പെട്ടെന്ന് അയാൾ അതിനെ 10 ലക്ഷമായിട്ട് കാണിച്ചു. അസസിംഗ് ഓഫീസർ ഉറപ്പായിട്ടും ഡൗട്ട് അടിക്കും. ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻ അല്ല ഞാൻ നോർമലി പറഞ്ഞത്. ഒരാൾക്ക് എല്ലാ വർഷവും 25 ലക്ഷം, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അയാൾ ഫയൽ ചെയ്യുന്നൊക്കെ ഏകദേശം 25-നും 45 ലക്ഷത്തിന് ഇടയ്ക്കൊക്കെയാണ് അയാളുടെ വരുമാനം വരുന്നത്. പെട്ടെന്ന് അയാളുടെ ഇന്ന് 10 ലക്ഷമായെന്ന് വിചാരിക്കും. അസസിംഗ് ഓഫീസർ ഡൗട്ട് അടിക്കും, ഇയാള് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി കുറച്ച് കാണിച്ചതായിരിക്കും എന്ന് വിചാരിച്ചാൽ ആ അസസിംഗ് ഓഫീസർക്ക് അയാളുടെ ഇൻകം എന്തൊക്കെയാണെന്നൊക്കെ അറിയാനുള്ള എല്ലാ സോഴ്സും ഉണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, ഒരാളുടെ പാൻ നമ്പർ മാത്രം മതി, ധാരാളം എവിടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, എവിടെയൊക്കെ എത്രയൊക്കെ ലോൺ അടയ്ക്കുന്നു എല്ലാം അറിയാൻ പറ്റും. എന്നുവെച്ചാൽ ഇൻകം ഇല്ലാതെ ലോൺ റീപേ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ നമ്പർ വെച്ച് എല്ലാവരും കണ്ടുപിടിച്ചോളൂ. അപ്പൊ അതാണ് റീ അസസ്മെന്റ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടേം, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഹു ഈസ് ആൻ അസസി, അസസിയുടെ വേരിയസ് ടൈപ്സ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് അസസ്മെന്റ്. നെക്സ്റ്റ് തിങ് ഈസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹു ഈസ് എ പേഴ്സൺ. ദിസ് പേഴ്സൺ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 31. ഇറ്റ് ക്യാൻ ബി ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയാവാം. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ only a natural human being. മെയിൽ ആവാം, ഫീമെയിൽ ആവാം, മൈനർ ആവാം, അൺസൗണ്ട് മൈൻഡ് ഉള്ള പേഴ്സൺ വരെ ആകാം. പക്ഷേ മൈനർ പേഴ്സണോ അല്ലെങ്കിൽ അൺസൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ, അൺസൗണ്ട് എന്ന് വെച്ചാൽ മാനസിക നില തെറ്റിയവരെ, അങ്ങനത്തെ ആൾക്കാർ, പക്ഷെ ഇപ്പൊ പറഞ്ഞത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മറന്നു പോവുക, അങ്ങനെയൊക്കെ സിംറ്റംസ് ഉള്ള ആൾക്കാർ, അവരെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റെഗുലർ ഇന്റർവെൽസ്, അവരുടെ ലൂസിഡ് ഇന്റർവെൽസിൽ അവരുടെ മൈൻഡ് മാറിക്കൊണ്ടേയിരിക്കും, അതാണ് അൺസൗണ്ട് മൈൻഡ്. അപ്പൊ ഇവരുടെയൊക്കെ ഇൻകം, മൈനർ ആയാലും അൺസൗണ്ട് ആയാലും ഇവരുടെയൊക്കെ ഇൻകം അസസ് ചെയ്യുക ഒന്നില്ല മാനേജർ അല്ലെങ്കിൽ ആരാണോ ഗാർഡിയൻ, അത്ര ഓർത്താൽ മതി. ഇനി സപ്പോസ് ഒരു ഡിസീസ്ഡ് പേഴ്സൺ, ഒരാൾ മരിച്ചുപോയെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഇയറിന്റെ ഇടയ്ക്ക് വെച്ച് ഒരാൾ മരണപ്പെട്ടുവെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആരാണോ അവരായിരിക്കും എന്തായി മാറുന്നത്, നമ്മൾ അപ്പോഴേ പഠിച്ച റെപ്രസെന്റേറ്റീവ് അസസിയായി മാറും. സോ പേഴ്സണിലെ ആദ്യത്തെ സെക്ഷൻ, ആദ്യത്തെ ടൈപ്പാണ് ഞാൻ പറഞ്ഞത് ഇൻഡിവിജ്വൽ. സെക്കൻഡ് വൺ ഇസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. വി കോൾ ഇറ്റ് ബൈ ദ നെയിം HUF. Hindu undivided family. What is the specialty of this HUF? It is not defined under Income Tax Act. Income Tax le endana HUF ennu parayilla. Okay, adana njan parna. Appo aa case il nammal HUF nu oru act undu, Hindu Succession Act. Adu prakaramalla definition edukku. It is treated as a separate entity. Income tax prakaram oru separate existence okke undu, പക്ഷെ അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. സോ ഹിന്ദു ലോ പ്രകാരം ആരാണോ ഈ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി കൈകടത്തുന്നത്, ആ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി കൈകടത്തുന്ന എല്ലാ മെയിൽസ്, ഓൾ മെയിൽസ് ഫ്രം എ കോമൺ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി എൻജോയ് ചെയ്ത് വരുന്ന, അതിന്റെ ബേസിസിൽ ഒരു ബിസിനസ് റൺ ചെയ്താൽ അവരെയാണ് നമ്മൾ HUF അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിസിനസ്സിനാണ് നമ്മൾ HUF എന്ന് പറയുന്നത്. അപ്പൊ HUF ഭാഗമായിട്ട് വരുന്നവര് വൈഫും അൺമാരീഡ് ഡോട്ടേഴ്സും ഒക്കെ വരാം.
ഈ HUF-നുള്ള സ്റ്റാറ്റസ് ബർത്തിലൂടെയാണ് വരുന്നത്, നോട്ട് ആസ് പെർ ദ ലോ. എന്ന് വെച്ചാൽ ഒരാള് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ജനിച്ചാൽ അയാൾ ഓട്ടോമാറ്റിക്കലി അവരെന്തെങ്കിലും ആ കോമൺ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തെങ്കിലും ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായി HUF ആയി. അതായത് മലയാളത്തിൽ കഥാനായകൻ എന്ന് പറഞ്ഞ സിനിമ ഇടുക, പഴയ ഫിലിമാണ്, ജയറാമിന്റെ, ഇടയ്ക്കിടയ്ക്ക് TV-യിൽ ഇത് വരും. അതിനകത്ത് കാണുന്നതൊക്കെ നമ്മൾ HUF ആണ് കാണുന്നത്. അത് വേറൊരു ടൈപ്പ് ആണെന്നേ ഉള്ളൂ. സിംഗിൾ മെയിൽ മെമ്പർ ആയാൽ പോലും can have a HUF. Co-partnersന് മാത്രമാണ് പാർട്ടീഷൻ റൈറ്റ്സ് ഉള്ളത്. എന്താണ് ഈ പാർട്ടീഷൻ റൈറ്റ്സ്? നമ്മൾ ഈ ആൻസിസ്റ്റേഴ്സ് തന്ന പ്രോപ്പർട്ടീനെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഡിവൈഡ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആർക്ക് മാത്രമാണ് റൈറ്റ് ഉള്ളത്? കോ-പാർട്ട്നേഴ്സ്. എന്ന് വെച്ചാൽ HUF-നകത്ത് 2 തരം ആൾക്കാരാണ് ഉള്ളത്. The eldest male member, ഒരു eldest male memberനെയാണ് നമ്മൾ we call it by the name കർത്ത. eldest male member കേട്ടോ, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. eldest male member is called കർത്ത. And all other members, ബാക്കി എല്ലാ ആൾക്കാരെയും നമ്മൾ വിളിക്കുന്ന പേരാണ് co-partners. കർത്തയാണ് ആ ബിസിനസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. Then wife അല്ലെങ്കിൽ daughter in law cannot be co-partners. പക്ഷെ അവര് മെമ്പേഴ്സ് ആണ്, പക്ഷെ എന്താവണമെന്നില്ല, co-partners ആവണമെന്നില്ല. Then പിന്നെ നമ്മുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാ പറഞ്ഞത്, പക്ഷെ അതിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് നോർത്ത് ഇന്ത്യയിലുള്ള ജെയിൻ, സിഖ് അവരെല്ലാരും കൂടി HUF ആയിട്ട് ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ടില് അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർമൽ ആക്ടില് ഉണ്ടോ ഇല്ലയോ എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്, ജസ്റ്റ് നിങ്ങളുടെ നോളജിന് വേണ്ടി പറഞ്ഞത്, there are basically 2 schools of or 2 beliefs ഉണ്ട്, അല്ലെങ്കിൽ 2 സിസ്റ്റം ഉണ്ട് HUF-ന്. One system is called the Daya-Bhaga system and the second one is called the Mitakshara. ഈ Daya-Bhaga എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ, ആസാം അവിടെ മാത്രം പ്രിവെയിൽ ചെയ്യുന്നതാണ് Daya-Bhaga. ബാക്കി ഇന്ത്യയിൽ ആ സ്ഥലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും പ്രിവെയിൽ ചെയ്യുന്നതാണ് മിതാക്ഷര. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Daya-Bhaga-യില് only the male members can be the members അല്ലെങ്കിൽ co-partners ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ മിത്താക്ഷര നിങ്ങൾ ആ ലാസ്റ്റ് പോയിന്റ് നോക്കുക, every child will also be a co-partner. That is, every child born in the family. മിത്താക്ഷര സിസ്റ്റത്തിൽ പറയുന്നത് ആര് തന്നെ ജനിക്കുന്നോ അവരെല്ലാവരും ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പാർട്ടാണ്. പക്ഷെ ഇപ്പുറത്തെ Daya-Bhaga-യിൽ അങ്ങനെയല്ല. റൈറ്റ് അല്ല കിട്ടുന്നത്, ഫാമിലി പ്രോപ്പർട്ടിയിലെ ഷെയർ ആണ് കിട്ടുന്നത്. അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. അതർവൈസ് ഞാൻ ഈ പറഞ്ഞ അത്രയും ടോപ്പിക് എനിക്ക് 8 മണിക്കകത്ത് കവർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് തിങ്, അപ്പൊ നമ്മൾ ആദ്യം കണ്ടു ഇൻഡിവിജ്വൽ, സെക്കൻഡ് നമ്മൾ HUF കണ്ടു, തേർഡ് വൺ ഇസ് കമ്പനി. കമ്പനി എന്ന് പറയുന്നത് ഒരു വൈഡർ മീനിങ് ഉള്ള ഒരു കാര്യമാണ്. ഇത് കമ്പനീസ് ആക്ടിൽ പറയുന്നതിനേക്കാളും വൈഡർ. അപ്പോ ഒരു ഇന്ത്യൻ കമ്പനി ആവാം, or it can be a foreign company, or institution or association, incorporate ചെയ്തതോ ഇൻകോർപ്പറേറ്റ് ചെയ്യാത്തതോ, ഇന്ത്യൻ ഓർ നോൺ ഇന്ത്യൻ. പക്ഷേ CBDT-യുടെ സ്പെഷ്യൽ ഓർഡർ വാങ്ങിയിട്ട് അവരെന്തായി അസ്യൂം ചെയ്യപ്പെടുന്നു? ഒരു കമ്പനി ആയിട്ട് അസ്യൂം ചെയ്യപ്പെടുന്നു. അവരെ നമുക്ക് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ് തിങ്, ഹു ഇസ് എ ഫേം? അടുത്ത പേഴ്സൺ. അപ്പൊ ആദ്യം ഇൻഡിവിജ്വല്, HUF, കമ്പനി, ഫേം. നാലാമത്തെ ആള് ഫേം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള പാർട്ട്ണർഷിപ്പ്, ഫേം. രജിസ്റ്റേർഡ് ആവാം, നോട്ട് രജിസ്റ്റേർഡ് ആവാം. കാരണം ഇന്ത്യൻ പാർട്ട്ണർഷിപ്പിന് കമ്പൽസറി അല്ല. ഓൾസോ ഇൻക്ലൂഡ് LLP. വാട്ട് ഇസ് ദിസ് LLP? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്.
അതായത് നമ്മൾ പണ്ട് മുതലേ +2 തൊട്ടാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് പഠിക്കുന്നത്, അല്ലെങ്കിൽ +1 ബിസിനസ് സ്റ്റഡീസ് എന്നാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് പഠിക്കുന്നത്. സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പറയാം അൺലിമിറ്റഡ് ലൈബിലിറ്റി. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ്, ഈ അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മാറ്റുന്ന ഒരു കാര്യമാണ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ആ പേര് പറയും പോലെ തന്നെ ലൈബിലിറ്റി എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അപ്പോ അവരെയും കൂടി എന്തിനകത്ത് വരും? ഈ സെക്ഷനകത്ത് വരും. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പറയുന്ന അതേ മീനിങ് തന്നെയാണ് ഇൻകം ടാക്സിലും ഫേം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ഉള്ളൊരു വ്യത്യാസം, മൈനറും കൂടി ഇവിടെ പാർട്ട്ണറായിട്ട് കൺസിഡർ ചെയ്യും ഇൻകം ടാക്സ് പർപ്പസിന്. ബിക്കോസ് ദിസ് മൈനർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഫോർ എൻജോയിങ് ദി ബെനിഫിറ്റ്. അതായത് ആ മൈനറിന് കിട്ടുന്ന ലാഭത്തിന്റെ ഷെയർ കൊടുക്കാനാണെങ്കിൽ മൈനറിനെ ഓട്ടോമാറ്റിക്കലി ഇൻകം ടാക്സ് പർപ്പസിൽ എന്താക്കി മാറ്റും? He may consider he or she also as the partner. Clear? അതുപോലെ സാധാ പാർട്ട്ണർഷിപ്പിന് എന്തൊക്കെ ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം LLPക്കും ആപ്ലിക്കബിൾ. ഇപ്പൊ നമ്മൾ ഫേം കണ്ടു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ദിസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, നമ്മൾ ഇതുവരെ ആരൊക്കെ പഠിച്ചു? പേഴ്സൺ ആണെന്ന് ഇൻഡിവിജ്വൽ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ HUF പഠിച്ചു. ദെൻ വി സ്റ്റഡി കമ്പനി നമ്മൾ പഠിച്ചു, ഫേം പഠിച്ചു. ഈ ആൾക്കാരെല്ലാം കൂടെ ചേർന്നാൽ അവരെന്തെന്ന് പറയുന്നത്? അസോസിയേഷൻ ഓഫ് പേഴ്സൺ. എന്നുവെച്ചാൽ ഞാൻ എന്ന് പറയുന്ന ഒരാള്, റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി, XYZ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പ്, ഇവരെല്ലാം ചേർന്നാൽ എന്തായി മാറി? അസോസിയേഷൻ ഓഫ് പേഴ്സൺ മാറി. ക്ലിയർ? പല ആൾക്കാരും വെറുതെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞ് എന്നെ എഴുതി പോകണം. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് എഴുതി പോകണം. ശ്രദ്ധിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം. ഞാൻ ഈ പറഞ്ഞതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം പഠിച്ച പേഴ്സൺസിൽ ആരെങ്കിലും ഒക്കെ ചേർന്ന് ഒരുമിച്ച് കമ്പൈൻ ചെയ്തൊരു കാര്യം തുടങ്ങിയാൽ ദേ കോൺസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ അവർ ഫോം ചെയ്തതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. പക്ഷെ ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നതിന് ഒരു കോമൺ പർപ്പസ് വേണം, അവർക്കൊരു കോമൺ ആക്ഷൻ ഉണ്ടായിരിക്കണം. അവർ ആ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ചേർന്ന് ഒരു ഇൻകവും കൂടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ പാർട്ട്ണർഷിപ്പ് ഒന്നും ആയിരിക്കാൻ പാടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അർത്ഥം രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരോ കമ്പൈൻ ചെയ്തൊരു എന്റർപ്രൈസ് തുടങ്ങാം, പക്ഷെ പാർട്ട്ണർഷിപ്പ് ആവാൻ പാടില്ല. പാർട്ട്ണർഷിപ്പ് ആയാൽ അവരെ പാർട്ട്ണർഷിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും. Next thing, body of individuals. This body of individuals എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ പറയാം, ട്രസ്റ്റ്, ആറ്റുകാൽ ക്ഷേത്രത്തിലെ ട്രസ്റ്റ് ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. എന്ന് വെച്ചാൽ അർത്ഥം കുറെ ഇൻഡിവിജ്വൽ ആൾക്കാർ ചേർന്ന് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി തുടങ്ങി ആ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും. ഞാനിപ്പോ ജസ്റ്റ് എന്റെ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ എക്സാമ്പിൾ ആയിട്ടാണ് അമ്പലം പറഞ്ഞത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. കുറച്ച് ട്രസ്റ്റീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിക്കോട്ടെ, അവര് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ട്രസ്റ്റിനെ അല്ല ഞാൻ പറയുന്നത്, ആ ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇൻകം കിട്ടുന്നത് ഒരു വ്യക്തിക്കല്ല, ആ ട്രസ്റ്റ് മൊത്തത്തിനാണ്. പിന്നെ ഒരു പ്രത്യേകത, കാരണം ആ അത്രയും പേര്, ഇപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 15 പേരുണ്ടെങ്കിൽ 15 പേർക്കും കൂടെ ഒരുമിച്ചായിരിക്കും അവർ ചെയ്ത ആക്ടിവിറ്റിക്ക് ഇൻകം കിട്ടുക. അപ്പൊ നമുക്ക് ഓരോ വ്യക്തിയുടെ ഇൻകം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു രൂപ, അതായത് ഈ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈ ട്രസ്റ്റിന്റെ ഭാഗമായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഇൻകത്തിന്, അതായത് അദ്ദേഹത്തിന്റെ ഷെയർ എന്ന് പറഞ്ഞ് കിട്ടിയാൽ അതിന് ടാക്സ് കൊടുക്കണം. ബിക്കോസ് അയാള് ഒരു വ്യക്തി വിചാരിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രയത്നം കൊണ്ട് കിട്ടുന്ന ഇൻകം അല്ല, ആ ട്രസ്റ്റിനകത്തുള്ള എല്ലാവരും കൂടെ ചേർന്ന് ജോയിന്റ്ലി ഏൺ ചെയ്തതാണ്. ആ ജോയിന്റ്ലി ഏൺ ചെയ്തതിന് ആര് ടാക്സ് കൊടുത്തോളൂ? ആ ട്രസ്റ്റ് മൊത്തത്തിൽ ടാക്സ് കൊടുത്തോളൂ. ക്ലിയർ? അതായത് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനകത്ത് പാർട്ടാണെന്ന് വിചാരിക്കുക, പക്ഷെ പാർട്ടാണ് എന്ന് കരുതിയിട്ട് എന്ത് കൊടുക്കണ്ട? ആ ഷെയർ ഓഫ് ഇൻകത്തിന് എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. കാരണം അത് ആര് കൊടുത്തോളും? ട്രസ്റ്റ് പേസ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒരേ ഇൻകത്തിന്
ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇത് കൊടുക്കാൻ പാടില്ല, ടാക്സ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ അതിനെയാണ് നമ്മൾ ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഒരു NRI അയാൾ ദുബായിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് അയാൾ ദുബായിലും ടാക്സ് കൊടുക്കുന്നുണ്ട്, ഇന്ത്യയിലും ടാക്സ് കൊടുക്കുന്നെന്ന് വിചാരിച്ചു. അത് ഡബിൾ ടാക്സേഷൻ. കാരണം കിട്ടുന്ന ഇൻകം ഒന്നാണ്, പക്ഷെ രണ്ട് സ്ഥലത്ത് കൊടുക്കും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഒഴിവാക്കിയിരിക്കുന്നത്, ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നിന്ന് കിട്ടുന്ന ഷെയറിന് എന്ത് കൊടുക്കുന്നുണ്ടാവും, ടാക്സ്. Next thing, a local authority. What is a local authority? Our municipality, അതുപോലെ തന്നെ കോർപ്പറേഷൻ, അങ്ങനെ ഫണ്ട് ഉള്ളവർക്ക്, അതായത് സെപ്പറേറ്റ് ആയിട്ട് ഗവൺമെന്റ് ഫണ്ട് റിസീവ് ചെയ്യുന്ന കമ്മിറ്റീസിനെയാണ് നമ്മൾ ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഈ ലോക്കൽ അതോറിറ്റിക്ക് ടാക്സബിൾ ആണ് only when they derive a income other than water and electricity outside its juridical area. Outside the juridical area എന്ന് വെച്ചാൽ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അവർ വർക്ക് ചെയ്യുന്ന കേരളത്തിന് അകത്താണ്. അപ്പൊ അവര് ഇലക്ട്രിസിറ്റി വേറൊരു സ്റ്റേറ്റിന് കൊടുത്തു എന്ന് വിചാരിക്കാം, അത് അവരുടെ ഇൻവൈറ്റ്. കാരണം അവര് കേരളം എന്ന് പറയുന്ന ആ ജുറിഡിക്കൽ ഏരിയക്ക് അല്ലെങ്കിൽ ജുറിഡിസ്റ്റിക്കൽ ഏരിയയുടെ പുറത്താണ്. ഇപ്പൊ നമ്മുടെ ഇവിടെയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ബോർഡ്സ് ഒന്നും ഇല്ലാത്തത്. നോർത്ത് ഇന്ത്യയിലെ കുറച്ച് ഭാഗത്തൊക്കെ പോയാൽ പ്രൈവറ്റ് ബോർഡ്സ് ഉണ്ട്. ഇതിന് KCB ഗവൺമെന്റിന്റെ ആണല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ജുറിഡിഷ്യൽ ഏരിയ, അതായത് ആ ലോക്കൽ അതോറിറ്റി പ്രവർത്തിക്കേണ്ട ഏരിയക്ക് പുറത്ത് എന്തെങ്കിലും സപ്ലൈ ചെയ്താൽ, വാട്ടർ ആയിക്കോട്ടെ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, ആ കൊടുക്കുന്നതിനുള്ള ഇൻകം അസസ് ചെയ്യും. അതുപോലെ വാട്ടർ ഇലക്ട്രിസിറ്റിയിൽ നിന്നും കിട്ടുന്നത് അതായത് ജുറിഡിക്കൽ ഏരിയയുടെ പുറത്താണെങ്കിൽ പോലും സർട്ടൺ സിറ്റുവേഷൻ, എല്ലാ സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നില്ല, ഇൻ സർട്ടൺ സിറ്റുവേഷൻ ഇറ്റ് ഈസ് എക്സംപ്റ്റ്. നിങ്ങൾ അത്രയും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. എന്തെങ്കിലും അവരുടെ ജുഡിഷ്യൽ ഏരിയയുടെ പുറത്താണെങ്കിലാണ് ആ ഇൻകം ടാക്സബിൾ ആവുക. ബട്ട് സർട്ടൺ സിറ്റുവേഷൻ അവരുടെ ഏരിയാസിന് പുറത്താണെങ്കിൽ പോലും ചില സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ഡ്രൗട്ട് തമിഴ്നാടിനെ അഫക്ട് ചെയ്യുന്നു വിചാരിക്കുക, കാരണം വാട്ടർ ഷോർട്ടേജ് അവിടെ ആണ്. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി കുറച്ച് വെള്ളം കൊടുത്ത് സഹായിച്ചു. ഇറ്റ് ഇസ് നോട്ട് ടാക്സബിൾ ബിക്കോസ് അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷന് കേരളം കൈ കൊടുത്തതാണ്. നമ്മുടെ നൈബറിംഗ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ സിറ്റുവേഷനിലൊന്നും ടാക്സ് കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത കേസ്, വാട്ട് ഇസ് ദിസ് എവരി അതർ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ? അതായത് നമ്മള് ഇത്രയും നേരം പറഞ്ഞത് 6 കാറ്റഗറീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഇൻഡിവിജ്വൽ പറഞ്ഞു, HUF പറഞ്ഞു, കമ്പനി പറഞ്ഞു, ഫേം പറഞ്ഞു, AOP പറഞ്ഞു, BOI പറഞ്ഞു, 6 കേസ് പറഞ്ഞു. ഈ 6 കേസിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത്, അതുകൊണ്ടാണ് ഈ ക്ലോസിനെ നമ്മൾ റെസിഡ്യൂറി ക്ലോസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ക്ലോസ് ആണ് എവരി അതർ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. അത് ഇപ്പോ ആർട്ടിഫിഷ്യലി ഉള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, നാച്ചുറൽ ആയിരിക്കും. ചിലപ്പോ ഒരു ഐഡൽ എന്ന് പറഞ്ഞാല് ഇത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഒരു വലിയൊരു സ്റ്റാച്ചു. ഞാൻ ആക്ച്വലി എക്സാമ്പിൾ പറയാനിരുന്നത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് അടുത്തിടയ്ക്ക് ഫേമസ് ആയ ഏത് നദിയുടെ കുറുകയായിരുന്നു ഞാൻ വിട്ടു, എന്റെ നാവിന്റെ തുമ്പത്തിരിക്കുന്ന പക്ഷെ ഞാൻ മറന്നു. ആ പെർട്ടിക്കുലർ സ്റ്റാച്ചു, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്ചു, അതിന് ഒരു വിസിറ്റിംഗ് ഫീ വെച്ചു എന്ന് വിചാരിക്കുക. വിസിറ്റിംഗ് ഫീസ് ഉണ്ട് കേട്ടോ, എനിക്ക് എത്രയും ഓർമ്മയില്ല, ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ മറന്നു. അപ്പൊ ആ വിസിറ്റിംഗ് ഫീസ് അതൊരു ഇൻകം ആണല്ലോ, പക്ഷെ ഒരു റിയൽ എക്സിസ്റ്റൻസ് ഉണ്ടോ അതിന്? ഇല്ല. അപ്പൊ അത് എന്താവാം, എവരി അതർ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സണിൽ ഉൾപ്പെടും. അതാണ് ഈ ഐഡൽ നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഞാൻ പറഞ്ഞ കാര്യമാണ് വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഞാൻ പറഞ്ഞു AOP എന്ന് പറഞ്ഞാൽ എല്ലാ പേഴ്സൺസും കൂടെ ചേർന്ന് ടുഗദർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡിഫറെന്റ്.